ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാം മര്യാദയുടെ, അദബിൻ്റെ മതമാണ്. അതിൻ്റെ എല്ലാ ഇടപാടിലും, സംസാരങ്ങളിലും, അതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളിലും ഏറ്റവും നല്ല മനോഹരമായ മര്യാദകൾ പരസ്പരം കാഴ്ചവെക്കണമെന്ന് പഠിപ്പിക്കപ്പെട്ട ആളുകളാണ് മുസ്ലിമീങ്ങൾ. അതുകൊണ്ട് ആ മര്യാദകളെ പഠിച്ചെടുക്കലും ആ മര്യാദയുള്ളവരായി നല്ല മുസ്ലിമീങ്ങളായി ജീവിക്കലും നാം ഓരോരുത്തർക്കും ബാധ്യതയായിട്ടുള്ള കാര്യമാണ്. വിവിധങ്ങളായ ഹദീസുകളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിം തൻ്റെ സമൂഹത്തിൽ എങ്ങനെയാണ് ഏറ്റവും നല്ല മര്യാദയുള്ളവരായി ജീവിക്കേണ്ടത് എന്ന് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു ഹദീസാണ് സഹോദരങ്ങളെ ഇന്ന് നിങ്ങളെ കേൾപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ബുഖാരി, മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത് വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറഹു വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നോക്കൂ, ആരാണോ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത് അവൻ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. ആരാണോ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത് അവൻ തൻ്റെ അയൽവാസി ആദരിക്കട്ടെ. ആരാണോ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത് അവൻ തൻ്റെ അതിഥിയെ ആദരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. സഹോദരങ്ങളെ, ഒരുപാട് ഹദീസുകളിലും ആയത്തുകളിലും എല്ലാം നമ്മൾ ഒരുമിച്ച് കാണുന്ന പദമാണ് മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. അല്ലാഹുവിലുള്ള വിശ്വാസവും അന്ത്യദിനത്തിലുള്ള വിശ്വാസവും ഒരുമിച്ച് പറയുക എന്നുള്ളത് പല സ്ഥലങ്ങളിലും പല കുറി നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്നാണ് അതൊരുമിച്ച് പറയുന്നതിൻ്റെ പൊരുൾ. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവനിലുള്ള വിശ്വാസം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശേഷം പറയപ്പെടുന്ന ആ അമൽ ചെയ്യാനുള്ളതൊരു പ്രേരകമാണ്. അല്ല, ഏതൊരു പ്രവർത്തനവും അത് ചെയ്യാനുള്ള പ്രേരകവും അതുകൊണ്ട് ലഭിക്കുന്ന നേട്ടവും ഒരാൾ അറിയുകയാണെങ്കിൽ അത് ചെയ്യാനുള്ള നല്ല താല്പര്യം ഒരാളിലുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള വിശ്വാസം, അവൻ്റെ വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസം, അവനോടുള്ള മഹബ്ബത്ത്, ഇതെല്ലാം ഒരാൾക്ക് അമൽ ചെയ്യാനുള്ള ഏറ്റവും വലിയ പ്രേരകങ്ങളാണ്. അതേപോലെ തന്നെ ആഖിറത്തിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത്, ഈ കർമ്മം നീ ചെയ്യുകയാണെങ്കിൽ പരലോകത്ത് വെച്ച് നിനക്ക് ഏറ്റവും നല്ല പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും എന്നതിനെ കുറിച്ചിട്ടുള്ള സൂചനയാണത്. അതുകൊണ്ട് ഇതിന് ശേഷം പറയുന്ന കാര്യം അതൊരു കൽപ്പനയാണെങ്കിൽ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന മുസ്ലിമേ, ഈ കൽപ്പന നീ ഒഴിവാക്കാൻ പാടില്ല. ഈ കൽപ്പന നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരണം. നീ അല്ലാഹുവിനെ കണ്ടുമുട്ടേണ്ടവനാണ്, പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ്. അതുകൊണ്ട് ഈ കൽപ്പന നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരികയും പരമാവധി നിന്റെ ജീവിതത്തിൽ അത് പുലർത്തുകയും ചെയ്യണം എന്നൊരു താല്പര്യം, അതിനു വേണ്ടിയുള്ള പ്രോത്സാഹനം സഹോദരങ്ങൾ ഇതിലുണ്ട്. ഇനി ശേഷം പറയുന്ന കാര്യങ്ങൾ ഒരു നിഷിദ്ധമാണെങ്കിൽ ആരെങ്കിലും ആ നിഷിദ്ധത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നില്ലെങ്കിൽ അത് അല്ലാഹുവിന്റെ താക്കീതാണ്. അല്ലാഹുവിലും അന്ത്യദിനത്തിനും വിശ്വസിക്കുന്ന മുസ്ലിമെ, അല്ലാഹുവിലും അന്ത്യദിനത്തിനും വിശ്വസിക്കുന്ന ഒരു വിശ്വാസി അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുന്നു, നാളെ നീ റബ്ബിന്റെ മുന്നിൽ എത്തുന്നതാണ്. ഈ കൽപ്പന നീ പാലിക്കാതെ പോയാൽ നാളെ നിനക്ക് രക്ഷപ്പെടാൻ നീ കരുതേണ്ടതില്ല. അല്ലാഹുവിനെ നീ കണ്ടുമുട്ടും, പരലോകത്ത് വിചാരണയുണ്ട്. ഈ ശേഷം പറഞ്ഞ കാര്യം ഗൗരവമുള്ളതായിരുന്നു, നീ അതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, നീ പാഴാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കുക എന്ന നിലക്കാണ് സഹോദരങ്ങളെ ഈ പറയുന്ന വാചകങ്ങൾ കൊണ്ട് വ്യത്യസ്തങ്ങളായ ഹദീസുകൾ തുടങ്ങിയതിന്റെ പൊരുളായി മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി പറഞ്ഞിട്ടുള്ളത്? ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. നമ്മുടെ സംസാരവുമായി ബന്ധപ്പെട്ട് നാം പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചാണ് പറഞ്ഞത്. ഒരാൾ സംസാരിക്കുന്നെങ്കിൽ ഖൈറായത്, നന്മയുള്ളത് അവൻ സംസാരിക്കട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആനിൽ നമ്മോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അല്ലാഹു തആല അവൻ നിർദ്ദേശിച്ച മലക്കുകൾ നമ്മുടെ കാര്യങ്ങളെല്ലാം കൃത്യമായി നിരീക്ഷിക്കുകയും നാം സംസാരിക്കുന്ന കാര്യങ്ങളും പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളുമെല്ലാം ആ മലക്കുകൾ രേഖകളിൽ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളത് അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്തു ഖാഫിൽ പറഞ്ഞില്ലേ, മാ യൽഫളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നിങ്ങളിൽ ഒരാളും ഒരു സംസാരവും ഉച്ചരിക്കുന്നില്ല, തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകരായിട്ടുള്ള മലക്കുകൾ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങൾ, ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു ആയത്ത് തന്നെയായിരിക്കും ഇത്. നാവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പല കുറി നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തരം ആയത്തുകൾ ഓതുന്ന സമയത്ത്, കേൾക്കുന്ന സമയത്ത്
എപ്പോഴെങ്കിലും പിന്നീടുള്ള നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം സംസാരിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പറയുന്നത് റബ്ബേ ഇതെന്റെ മലക്കുകൾ എഴുതുമല്ലോ, നാളെ ഇത് രേഖയായി വരുമല്ലോ, അതുകൊണ്ട് പറയാൻ പോകുന്ന വല്ല അനാവശ്യത്തിൽ നിന്നും ഈ ആയത്ത് നമ്മെ പിടിച്ചു കുലുക്കിയിട്ടുണ്ടോ, ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ എപ്പോഴെങ്കിലും നമ്മുടെ വാക്ക് അങ്ങനെ പറയേണ്ടതില്ല എന്ന് തീരുമാനിച്ച് നമ്മളത് ഒഴിവാക്കിയിട്ടുണ്ടോ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതല്ലെങ്കിൽ വെറുതെ നിൽക്കുന്ന സമയത്ത് മലക്കുകൾ രേഖപ്പെടുത്തുമ്പോൾ നല്ല നല്ല കാര്യങ്ങൾ അവിടെ ഉണ്ടാകണം. ആ രേഖയിൽ നാളെ എനിക്കെന്റെ കയ്യിൽ കിട്ടേണ്ടതായ രേഖയാണത്. അതുകൊണ്ട് ദിക്റുകൾ ചൊല്ലാൻ, ഖുർആൻ പാരായണം ചെയ്യാൻ ഈ ആയത്തുകൾ എപ്പോഴെങ്കിലും സഹോദരങ്ങളെ നമുക്കതൊരു കാരണമായി തീർന്നിട്ടുണ്ടോ? നാം ചിന്തിക്കേണ്ട കാര്യമല്ലേ അത്. നമ്മൾ പറയുന്ന മുഴുവൻ കാര്യങ്ങളും രേഖയായി വരുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സ്വഹാബി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന് സുദീർഘമായ ഒരുപാട് നന്മകളെ കുറിച്ച് ഓർമ്മപ്പെടുത്തവേ അവിടുന്ന് പറഞ്ഞു, മുആദേ, നീ നിന്റെ നാവിനെ പിടിച്ചു വെക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നാവ് നീട്ടിപ്പിടിച്ച് കൈകൊണ്ട് പിടിച്ചതിന് ശേഷമാണ് പറഞ്ഞിട്ടുള്ളത്, അംസിക അലൈക ഹാദാ, മുആദേ, ഇതിനെ നീ പിടിച്ചു വെക്കേണ്ടതാണ്. മുആദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി, അല്ലാഹുവിന്റെ റസൂലെ, നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അതിന്റെ പേരിൽ ചോദ്യം ചെയ്യപ്പെടുകയോ ആ സംസാരങ്ങളെല്ലാം അതിനെക്കുറിച്ച് പിടിക്കപ്പെടുകയോ? മുആദ് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം മുആദിനെ ശകാരിക്കുകയാണ് ചെയ്തത്. സകിലത്ക ഉമ്മുക യാ മുആദ്, മുആദ്, നിന്റെ ഉമ്മക്ക് വിരഹ ദുഃഖം. ഈ വാക്ക് സഹോദരങ്ങൾ അതിന്റെ അർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മുആദേ, നീ എന്താണ് ഈ മനസ്സിലാക്കിയിട്ടുള്ളത്? എത്ര ഗൗരവമുള്ള കാര്യമാണ് നാവിന്റെ വിഷയം. എന്നിട്ട് അവിടെ നിന്ന് ഉണർത്തി, ഹൽ യകുബുന്നാസ് അലാ വുജൂഹിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം, ജനങ്ങൾ നരകത്തിലേക്ക് മുഖം കുത്തി വീഴുന്നത് അവരുടെ നാവുകൾ കൊയ്തെടുത്ത കാര്യമല്ലാതെ മറ്റെന്താണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തിൽ സഹോദരങ്ങളെ മഹാനായ സ്വഹാബി ഉണർത്തുകയാണ്. നമ്മൾ ഓരോരുത്തരോടുമുള്ള ഉണർത്തലാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ചില ആളുകൾ അവർ സംസാരിക്കും, ഈ പറയുന്നത് നന്മയാണോ തിന്മയാണോ യാതൊരു വ്യക്തതയും അവനില്ല. ഇത് പറയേണ്ടതാണോ, ഈ സാഹചര്യത്തിൽ ഞാൻ പറയാൻ പാടുള്ളതാണോ എന്നൊരു ചിന്തയുമില്ല. അവന് വ്യക്തതയില്ലാത്ത ചില സംസാരങ്ങൾ അവൻ സംസാരിക്കുകയും അത് മുഖേന കിഴക്ക് പടിഞ്ഞാറ് എത്ര അകലമുണ്ടോ അത്രയും അകലത്തിലേക്ക് നരകത്തിലേക്ക് പതിക്കാൻ അത് കാരണമായി തീരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. അല്ല, നാവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് അവിടുന്ന് സ്വർഗം പോലും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ജാമ്യം നൽകിയിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, മൻ യൽബനി മാ ബൈന ലഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി, തന്റെ കാലുകൾക്കിടയിലുള്ളത് തന്റെ ലൈംഗിക അവയവം, താടിയെല്ലുകൾക്കിടയിലുള്ളത് തന്റെ നാവ്, ഇതാര് എനിക്ക് ജാമ്യം നൽകുന്നുവോ, ഇതിന്റെ കാര്യത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവോ, അൽമൻ ലഹുൽ ജന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ ഞാനിതാ സ്വർഗം അവന് ജാമ്യം നൽകാം. ഈ രണ്ട് അവയവങ്ങൾ അവൻ ശരിക്കും ശ്രദ്ധിച്ചാൽ മതി. അവന്റെ നാവാണ് ഒന്നാമതായി പറഞ്ഞത്, ലൈംഗിക അവയവം രണ്ടാമതായി പറയുകയാണ്. ഈ രണ്ട് കാര്യത്തിലും നീ അള്ളാഹുവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ സ്വർഗം ഞാനിതാ നിനക്ക് ജാമ്യം പറയാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നാവിന്റെ കാര്യം വളരെ ഗൗരവമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാചകങ്ങൾ രണ്ടായിട്ടാണ് വേർതിരിച്ചത്. ഫല്യകുൽ ഖൈറൻ ഔ ലിയസ്മുത്, ഒന്നുകിൽ നന്മ പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അഥവാ സംസാരിക്കേണ്ടത് എപ്പോൾ? നന്മയുള്ളപ്പോഴാണ്. അതല്ലാത്ത സമയങ്ങളിലെല്ലാം ഒരു മുസ്ലിം ചെയ്യേണ്ടത് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. എന്താണ് നന്മയായിട്ടുള്ള കാര്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും, നിങ്ങൾ കൂടിയിരുന്ന് ചർച്ച ചെയ്യുന്ന നിങ്ങളുടെ മീറ്റിങ്ങുകളിലൊന്നും വലിയ ഖൈറുകളില്ല. ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ അതിൽ ഖൈറുണ്ട്. അതിൽ ഒന്നാമത്തേത് ജനങ്ങളെ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട, സ്വതക്കയുമായി ബന്ധപ്പെട്ട വല്ല കാര്യങ്ങൾക്കാണ്. ഇന്ന ആളുകളെ നമുക്ക് സഹായിക്കാം, ഇന്ന ആളുകൾക്ക് നമുക്ക് വല്ല സഹായവും ചെയ്യാം, അതിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇരുന്നത്? അത് ഖൈറായിരുത്തമാണ്. ഔ മഅറൂഫ്, അല്ലെങ്കിൽ വല്ല നന്മ കൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നന്മ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന മുഴുവൻ കൽപ്പനകളും പ്രോത്സാഹിപ്പിച്ചു തന്ന കാര്യങ്ങളുമെല്ലാം നന്മയാണ്. അതല്ലെങ്കിൽ ദീനിനെതിരാകാത്ത നാട്ടു നടപ്പുകളെല്ലാം നന്മ തന്നെയാണ്. അങ്ങനെയുള്ള വല്ല കാര്യത്തിനുമാണെങ്കിൽ അത് തെറ്റില്ല, അത് ഖൈറാൻ. ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്, അല്ലെങ്കിൽ രണ്ടു വിഭാഗം ആളുകൾ പരസ്പരം തെറ്റിപ്പോയി, ആളുകൾക്കിടയിൽ പരസ്പരം അകൽച്ചയുണ്ടായി, അവരെ രഞ്ജിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി നീ ആളുകൾക്കിടയിൽ ഇരുന്നതാണെങ്കിൽ അത് ഖൈറാൻ. അവിടെ സംസാരിക്കുന്ന കളവുകൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കളവല്ല എന്നാണ്. ആളുകൾക്കിടയിൽ തെറ്റി നിൽക്കുന്ന രണ്ടാളുകൾക്കിടയിൽ സംസാരിക്കുന്നതിന് വേണ്ടി നീ വല്ല കളവ് ഉപയോഗിച്ചാൽ പോലും അത് കളവല്ല, അത് ഖൈറാണെന്നാണ് പഠിപ്പിക്കപ്പെട്ടത് സഹോദരങ്ങളെ. അതുകൊണ്ട് സംസാരിക്കേണ്ട ഖൈറായിട്ടുള്ള കാര്യങ്ങൾ ഈ പറയുന്ന കാര്യമാണ്. അതല്ലാത്ത സംസാരം സഹോദരങ്ങളെ, നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങൾ അത് സ്വയം നിലക്ക് നിഷിദ്ധമായ വാക്യങ്ങളാണെങ്കിൽ അത് നിഷിദ്ധമാണ്, ഹറാമാണ്. അതോ ഒരാൾ കളവാണ് സംസാരിക്കുന്നതെങ്കിൽ
അതല്ലെങ്കിൽ ഗീബത്താണ്, മറ്റൊരാളുടെ കുറ്റമാണ് ഈ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്, അതല്ലെങ്കിൽ നല്ല നിലക്ക് നിൽക്കുന്ന രണ്ടാളുകളെ തെറ്റിക്കുന്നതിന് വേണ്ടി ഏഷണിയുടെ പണിയാണ് ഒരാൾ എടുക്കുന്നത്. ഈ രൂപത്തിൽ നാവ് കൊണ്ടുണ്ടാകുന്ന വല്ല വിപത്തും ഒരാൾ പറയുകയാണെങ്കിൽ അത് നിഷിദ്ധമാണ്, അത് പറയൽ അവന് ഹറാമായിട്ടുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കണം. എന്നാൽ ചില വാക്കുകളുണ്ട്, അത് സ്വയം നിലക്ക് നിഷിദ്ധമല്ല, നല്ല വാക്കുകൾ തന്നെയാണ്, അതൊരു കളവാണെന്നോ ഗീബത്താണെന്നോ നമീമത്താണെന്നോ ഒന്നും പറയാൻ പറ്റാത്തതായ വാക്കാണ്. പക്ഷേ ആ വാക്കുകൾ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ശേഷം വലിയ ഫസാദുകൾക്ക്, കുഴപ്പങ്ങൾക്ക് കാരണമാകുമെങ്കിൽ അത്തരം വാക്കുകൾ പറയൽ അത് നിഷിദ്ധമാണ് എന്ന് സഹോദരങ്ങളെ പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ രണ്ട് രൂപത്തിലുള്ള വാചകങ്ങൾ, ഈ രണ്ട് രൂപത്തിലുള്ള കാര്യങ്ങൾ നിഷിദ്ധമാണ്. അതല്ലാത്ത മറ്റ് സംസാരങ്ങളാണെങ്കിൽ, നമ്മൾ വെറുതെ ഇങ്ങനെ ആളുകൾ കൂടിയിരിക്കുന്ന സംസാരങ്ങളാണെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരമാവധി ഒഴിവാക്കാനാണ് പറയുന്നത്. അത് ഒഴിവാക്കാത്തത് കൊണ്ട് ഒരാൾക്ക് കുറ്റമില്ല. ഹറാമായ കാര്യങ്ങൾ അവൻ പറയുന്നില്ലെങ്കിൽ, അതല്ലെങ്കിൽ ഈ രൂപത്തിൽ വലിയ കുഴപ്പങ്ങൾക്ക് കാരണമാകുന്ന വർത്തമാനങ്ങൾ ഒരാൾ പറയുന്നില്ലെങ്കിൽ അവന് കുറ്റമില്ല. പക്ഷേ അവന് ഖൈറായിട്ടുള്ളത് നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങളിൽ മാത്രം അവൻ്റെ കൂടിയിരുത്തങ്ങളും, നേരത്തെ പറഞ്ഞ ആ കാര്യങ്ങളിൽ മാത്രം അവൻ്റെ സംസാരങ്ങളും പരിമിതപ്പെടുത്തുക എന്നുള്ളതാണ് സഹോദരങ്ങളെ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പണ്ഡിതന്മാർ പറയുന്നു, ജനങ്ങൾ ഈ വിഷയത്തിൽ 4 തരക്കാരായിട്ട് നിനക്ക് കാണാൻ സാധിക്കും. ഒന്നാമത്തെ വിഭാഗം അവരാണ് ഏറ്റവും വലിയ ഭാഗ്യവാന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഏറ്റവും നല്ല രീതിയിൽ തൗഫീഖ് നൽകിയിട്ടുള്ള ആളുകൾ, ഈ ഹദീസിനെ ശിരസ വഹിക്കുന്നവർ. അവർ നന്മയല്ലാതെ പറയുകയില്ല. അവരുടെ സദസ്സുകളും അവരുണ്ടാകുന്ന സ്ഥലങ്ങളുമെല്ലാം നന്മയുടെ സ്ഥലങ്ങളായിരിക്കും, നന്മയുടെ വാചകങ്ങളായിരിക്കും. ആളുകൾക്ക് ഉപകാരമുണ്ടാക്കുന്ന കാര്യങ്ങൾ മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ. ഒരു ഹറാമുകൾ സംസാരിക്കുന്ന രീതി അവരുടെ സദസ്സുകളിലില്ല, അവരുടെ കൂടിയിരുന്നാലില്ല. അവരാണ് ഏറ്റവും മുന്തിയ ആളുകൾ. രണ്ടാമത്തെ വിഭാഗം സഹോദരങ്ങളെ, അവർ നന്മ പറയുന്നവരാണ്, തിന്മ ഉപേക്ഷിക്കുന്നവരുമാണ്. പക്ഷേ അവരുടെ സദസ്സുകളിൽ പലപ്പോഴും വലിയ ഫായിദകളില്ലാത്ത, ഉപകാരമില്ലാത്ത ഒരുപാട് നേരം നീളുന്ന ചർച്ചകൾ വരികയാണ്. അവർ രണ്ടാം പദവിക്കാരാണ്. ഹറാമുകൾ അവർ പറയുന്നില്ല, ഗീബത്തുകളോ നമീമത്തുകളുടെയോ സദസ്സല്ല, കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള സദസ്സല്ല. പക്ഷേ യാതൊരു ആവശ്യവുമില്ലാത്ത, നല്ല നീയത്ത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു നീയത്തുണ്ടാക്കാൻ പറ്റാത്തതായ സംസാരങ്ങളും സദസ്സുകളുമാണെങ്കിൽ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറയുന്നത് രണ്ടാം പദവിയിലേക്ക് താണുപോകുകയാണ്. മൂന്നാമത്തെ പദവി സഹോദരങ്ങളെ അതിനേക്കാൾ മോശം പദവിയാണ്. ഇവൻ നന്മ പറയുന്നുണ്ടെങ്കിലും അതോടൊപ്പം തന്നെ ഒരുപാട് തിന്മകളും ഇവന്റെ സംസാരങ്ങളിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആളുകളെ ചീത്ത പറയുന്നുണ്ട്, ഗീബത്ത് പറയുന്നുണ്ട്, നമീമത്ത് പറയുന്നുണ്ട്, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു സൈഡിൽ ഒരു ഭാഗത്ത് അവൻ നന്മകൾ പറയുന്നുണ്ട്, ശരിയാണ്, ഖുർആൻ ഓതുന്നവൻ തന്നെ, ദിക്റുകൾ ചൊല്ലുന്നവൻ തന്നെ. പക്ഷേ ഇപ്പുറത്ത് ഒരുപാട് സംസാരങ്ങൾ ശരിയില്ല. ഇവൻ മൂന്നാമത്തെ പദവിയിലാണ്. ഇവൻ കുറ്റക്കാരനായി തീരുന്നതാണ്. ഇവൻ അള്ളാഹുവിന്റെ വിചാരണക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ആളാണ്. നാലാമത്തെ വിഭാഗം ഏറ്റവും മോശപ്പെട്ടയാളാണ്. ഇവൻ നന്മ സംസാരിക്കുകയില്ല, അത് മാത്രമല്ല തിന്മയെ സംസാരിക്കൂ. ഇവന്റെ നാവ് അത് തിന്മകൾക്ക് വേണ്ടിയിട്ടാണ്, കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, കളവുകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സഹോദരങ്ങളെ, ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആധുനിക സമൂഹത്തിൽ പലപ്പോഴും നാവിന്റെ പണിയെടുക്കുന്നത് നമ്മുടെ വിരലുകളാണ്. ടൈപ്പിംഗ് കീബോർഡുകളിലൂടെ സഹോദരങ്ങളെ വിരലുകൾ നാവിന്റെ പണിയെടുക്കുന്നു. നീ നാവ് കൊണ്ട്, നാവ് വായ പൂട്ടിവെച്ചുകൊണ്ട് നീ എഴുതുന്ന കാര്യങ്ങളും നിന്റെ നാവ് കൊണ്ട് പറയുന്നതിന്റെ ഹുക്കുമാണ്, അതിന്റെ വിധിയാണ്. നീ ശ്രദ്ധിക്കണം. നീ എന്താണ് പ്രചരിപ്പിക്കുന്നത് അത് നീ പറയുന്നതിന് തുല്യമാണ്. നീ എന്താണ് ടൈപ്പ് ചെയ്ത് വിടുന്നത്, ആളുകളെ ചീത്ത പറയുന്നു, ആക്ഷേപിക്കുന്നു, ആളുകളിൽ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇങ്ങനെ നീ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്തും സഹോദരങ്ങളെ, നീ ഒന്നുകിൽ നല്ലത് എഴുതുക, നീ ഒന്നുകിൽ നല്ലത് പ്രചരിപ്പിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. നീ അത് ഉപയോഗം നിർത്തിയേക്കുക. നിന്നെ കൊണ്ട് ആളുകൾക്ക് ഷർറുണ്ടാകരുത്. നാട്ടിൽ കുഴപ്പമുണ്ടാകുന്ന കാര്യങ്ങൾ നിന്നിലൂടെ പ്രചരിക്കരുത്. അറിയാത്ത കാര്യങ്ങൾ, ഉറപ്പുവരുത്താത്ത കാര്യങ്ങൾ നീ പ്രചരിപ്പിക്കരുത്. ഇതെല്ലാം നിന്റെ നാവ് കൊണ്ട് നീ പറഞ്ഞതിൻ്റെ ആ ഒരു രീതിയിൽ സഹോദരങ്ങളെ നാളെ വരുന്നതാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ സഹോദരങ്ങളെ, ഇതിലേറ്റവും മുന്തിയ ആളുകളുടെ കൂട്ടത്തിൽ തന്നെ ഉൾപ്പെടാൻ നമ്മൾ പരമാവധി ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ فاستغفروا إنه هو الغفور الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه وسلم. സഹോദരങ്ങളെ, രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന അദബ്, അത് നമ്മൾ അയൽവാസികളോട് കാണിക്കേണ്ട മര്യാദകളാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറഹു. ആരല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ അവൻ തൻ്റെ അയൽവാസി ആദരിക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹോദരങ്ങൾ, ആരാണ് നമ്മുടെ അയൽവാസി? നമ്മുടെ വീടിന് പരിസരത്ത് ജീവിക്കുന്നവർ നമ്മുടെ അയൽവാസികളാണ്. പക്ഷെ അവർ എത്ര വീട്ടുകാർ അതിൽ ഉൾപ്പെടും?
വ്യത്യസ്തങ്ങളായ ഹദീസുകൾ അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിലും ഒന്നും അത് സ്വഹീഹായി സ്ഥിരപ്പെട്ടിട്ടില്ല എന്നാണ് പണ്ഡിതന്മാർ വിലയിരുത്തിയത്. 40 വീടുകളൊന്നും 10 വീടുകളൊന്നും അങ്ങനെ പല നിലക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളിൽ ഓരോ നാട്ടിലെയും ഉറുഫ് പരിഗണിക്കുക എന്നുള്ളതാണ്. ഒരു നാട്ടു നടപ്പിൽ ഒരു വീടിന് എത്ര പരിധിവരെ നമ്മൾ ആ വീട്ടുകാരുടെ അയൽവാസികളായി പരിഗണിക്കുന്നുവോ അത്രയും അവരുടെ അയൽവാസികളാണ്. 4 വീടുകളാണോ ശരി, ആ 4 വീടുകൾ നിന്റെ അയൽപ്പക്കക്കാരാണ്. 10 വീടുകളാണോ ശരി, നിന്റെ 10 വീടുകാരും അയൽപ്പക്കക്കാരാണ്. ശേഷം പറയുന്ന മര്യാദകൾ അവരോട് പ്രത്യേകമായി കാണിക്കേണ്ടതാണ്. മറ്റുള്ള മുഴുവൻ മുസ്ലിമീങ്ങളോട് നമുക്ക് ബാധ്യതകളുണ്ട്, എന്നാൽ അയൽപ്പക്കക്കാരാകുന്ന സമയത്ത് ആ ബാധ്യതകൾ ഒന്നുകൂടി കൂടുന്നതാണ്. സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കുക. 3 കാര്യങ്ങളാണ് പണ്ഡിതന്മാർ അയൽപ്പക്കക്കാരോട്, അയൽവാസികളോട് കാണിക്കേണ്ട ഇക്റാമിനെ കുറിച്ച് പറഞ്ഞു വന്നിട്ടുള്ളത്. ഒന്ന്, നിനക്ക് സാധിക്കുന്ന അത്ര നന്മകൾ അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. സാധിക്കുന്ന അത്ര നന്മ, അത് നിന്റെ നാവ് കൊണ്ട് നീ ചെയ്യുന്നതാണെങ്കിലും ശരി, സാമ്പത്തികമായി നീ നൽകുന്നതാണെങ്കിലും ശരി, എന്തെങ്കിലുമൊക്കെ നന്മകൾ മാത്രമേ നിന്നിൽ നിന്നും ആ വീട്ടുകാരിലേക്ക് ഉണ്ടാക്കാൻ പാടുള്ളൂ. അത് മാത്രമേ നിന്നിൽ നിന്നും അവിടേക്ക് പോകാൻ പാടുള്ളൂ എന്ന കാര്യം നീ ഉറപ്പുവരുത്തണം. നീ അവനെക്കുറിച്ച് പറയുമ്പോൾ പോലും അവനിലുള്ള നന്മ മാത്രമേ ആളുകളോട് പറയാവൂ. നിന്റെ വീട്ടുകാരനാണ്. പലപ്പോഴും പല രഹസ്യങ്ങളും അവിടെ ഉണ്ടാകുന്ന പല കുഴപ്പങ്ങളും നീ അറിഞ്ഞിട്ടുണ്ടാകാം. പക്ഷേ അത് ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത് നിനക്ക് പാടില്ലാത്ത കാര്യമാണ്. നിന്റെ അയൽവാസിയാണ്. നിന്റെ അയൽവാസിയോട് ബാധ്യതയിൽപ്പെട്ട പ്രത്യേകമായിട്ടുള്ള കാര്യമാണ്. അവന്റെ ഖൈറല്ലാതെ നീ മറ്റുള്ള ആളുകളോട് പ്രചരിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എത്രയോ ആളുകൾ, സഹോദരങ്ങളെ, അയൽവാസികളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. കാരണം ഇവിടെയുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ കിട്ടാനായി കാത്തു നിൽക്കുകയും അത് നാട് നീളെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ എത്രയുണ്ട്. വളരെ ഗൗരവത്തിലുള്ള കാര്യമാണത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ സാധിക്കുന്ന നന്മകൾ, എത്രത്തോളം നമ്മുടെ വീട്ടിലൊരു ഭക്ഷണം ഉണ്ടാക്കിയാൽ പോലും അത് തൻ്റെ അയൽവാസികൾക്ക് കൊടുക്കുക എന്നുള്ളത് സഹോദരങ്ങളെ വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അബൂദർ, ഓ അബൂദർ, ഇദാ തബഖ്ത മറഖ, നീ ഒരു കറി വെച്ചാൽ ഫാക്സിർ മാഅഹ, നീ അത് കുറവേ ഉള്ളുവെങ്കിൽ അതിലൽപ്പം വെള്ളം കൂട്ടുക. ജീറാനക്, നിന്റെ അയൽവാസിയെ നീ പരിഗണിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ പറയുന്നു. ജീറാനക് എന്ന് പറയുന്നതിൽ പണ്ഡിതന്മാർ പറയാൻ, തആഹദ് എന്ന് പറയുന്ന വാക്കിൽ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നിന്റെ അയൽപ്പക്കക്കാരിൽ ഏറ്റവും ആവശ്യക്കാരെ നീ പരിഗണിക്കുക എന്നുള്ളതാണ്. നിന്റെ അയൽപ്പക്കക്കാരിൽ ചിലപ്പോൾ ധനികരുണ്ടാകാം, നിന്നേക്കാൾ ധനികരുണ്ടാകാം. പക്ഷേ ഇപ്പുറത്ത് സാധുക്കളായ ആളുണ്ടെങ്കിൽ അവരെ നീ മറന്നുകൊണ്ട് ധനികർക്ക് മാത്രം ബന്ധം വെക്കുക എന്നുള്ളതല്ല. ഏറ്റവും ആവശ്യക്കാർക്കാണ് നിന്റെ സഹായം ഏറ്റവും ഉണ്ടാവേണ്ടത്. തആഹദ് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ പതിവാക്കുക എന്നാണ്. 1-2 പ്രാവശ്യം കഴിഞ്ഞു, ഇനി ബന്ധമില്ല, വീട് കൂടി അന്ന് ചില കാര്യങ്ങൾ കൊടുത്തു, പിന്നെ ബന്ധമില്ല, അങ്ങനെയല്ല, എപ്പോഴും വേണ്ടതാണ്. നമ്മുടെ മരണം വരെ നമ്മുടെ അയൽവാസികളോട് ഇത്തരത്തിലുള്ള നല്ല സ്നേഹബന്ധങ്ങൾ സഹോദരങ്ങളെ നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യമാണ്. 2ാമത്തെ ബാധ്യത, അവരെ ഒരു നിലക്കും ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുഅ്ദി ജാറഹ്, ആരല്ലാഹുവിൽ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുവോ അവൻ തന്റെ അയൽവാസിയെ ഉപദ്രവിക്കാതിരിക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ ഈമാനിന്റെ ഭാഗമാണ് അയൽവാസി അവനിൽ നിന്നും സുരക്ഷിതനായിരിക്കുക എന്നുള്ളത്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 പ്രാവശ്യം സത്യം ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, അല്ലാഹുവാണ് ഒരുവൻ വിശ്വാസിയാവുകയില്ല. ആരാണെന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, മൻ ലാ യഅ്മനു ജാറഉ ബവായിഖഹ്, ഒരുവന്റെ ഉപദ്രവത്തിൽ നിന്നും തന്റെ അയൽവാസി സുരക്ഷിതനല്ല. അയൽവാസിയെ പേടിയാണ്. അങ്ങനെ ഒരു അയൽവാസി ഉണ്ടാകുന്നത് ഇവന് വലിയ പേടിയാണ്. ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ എന്നെ ഉപദ്രവിക്കുന്ന, ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ എൻ്റെ അഭിമാനത്തെ കളങ്കപ്പെടുത്തുന്ന ഒരു അയൽവാസിയാണ്. ആ നിലക്ക് അവനെ പേടിയാണ്. അങ്ങനെയുള്ളവൻ ഒരുവൻ അത്തരം ഉപദ്രവിക്കുന്ന അയൽവാസി മുഅ്മിനാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. സഹോദരങ്ങൾ, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിനെ ഉപദ്രവിക്കുക, അവന്റെ അഭിമാനത്തിൽ ക്ഷതം വരുത്തുക, ഇതെല്ലാം നിഷിദ്ധമായ കാര്യമാണ്. പക്ഷേ അയൽവാസിയാകുമ്പോൾ ആ നിഷിദ്ധത്തിന് 10 മടങ്ങ് ശിക്ഷയാണുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅൻ യസ്നിയ അർ-റജുലു ബി10 നിസ്വ ഐസറു അലൈഹി അൻ യുസാനിയ ഖലീലത ജാരിഹി, ഒരാൾ 10 സ്ത്രീകളുമായി വ്യഭിചരിക്കലാണ് തന്റെ അയൽവാസിയുടെ ഭാര്യയെ വ്യഭിചരിക്കുന്നതിനേക്കാളും അവൻ എളുപ്പമായിട്ടുള്ളത്, അതല്ലെങ്കിൽ കുറ്റം കുറഞ്ഞത് എന്ന് പറയാൻ. അഥവാ അയൽവാസിയോട് കാണിക്കുന്നത് അത് ഗൗരവമുള്ള തിന്മയായി തീരും. കാരണം അയൽവാസി നീ നല്ലവനാണ്, അടുത്തുള്ളവനാണ്, എപ്പോഴും ഒരു രക്ഷയാകും എന്നെല്ലാം പ്രതീക്ഷിക്കുന്നവരാണ്. അവരെ തന്നെ നീ ചതിക്കുകയാണെങ്കിൽ, അവനെ തന്നെ നീ ഉപദ്രവിക്കുകയാണെങ്കിൽ സഹോദരങ്ങളെ, അത് വളരെ ഗൗരവമുള്ള കാര്യമായിട്ടാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ഒരു ഖൈറ് സാധിക്കുന്നത്ര നൽകാം. അത് സാധിച്ചിട്ടില്ലെങ്കിൽ പോലും യാതൊരു നിലക്കുള്ള ഉപദ്രവവും
നമ്മുടെ നോട്ടം കൊണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒരു നിലക്കും അവർക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം, അവർക്ക് വേണ്ട എല്ലാ രൂപത്തിലുള്ള സഹായങ്ങളും അത് ഏത് നിലക്കാണെങ്കിലും അത് നമ്മൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറയുന്നത്. അടുത്തതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മര്യാദ സഹോദരങ്ങളെ അതിഥിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫഹു. ആരല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ അവൻ തന്റെ അതിഥിയെ ആദരിക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിഥികളെ കുറിച്ച് സഹോദരങ്ങളെ അവർ രണ്ട് രൂപത്തിലുണ്ട് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. അതിഥികൾ രണ്ട് രൂപത്തിലാണ്. ഒന്ന്, നമ്മുടെ നാടുകളിൽ നിന്ന് തന്നെ നമുക്ക് അതിഥിയായ ആളുകൾ ഉണ്ടാകാം. ചിലപ്പോൾ അയൽവാസികളാകാം, ചിലപ്പോൾ കുടുംബക്കാരാകാം, കുറച്ച് അപ്പുറത്തുള്ളവരാകാം. അങ്ങനെയുള്ള അതിഥികളുണ്ട്. എന്നാൽ പുറം നാടുകളിൽ നിന്നും നമ്മുടെ നാടുകളിലേക്ക് വരുന്ന അതിഥികളുമുണ്ട്. ഈ രണ്ടു കൂട്ടരോടും നമുക്ക് ഇക്റാം ചെയ്യൽ ബാധ്യതയുണ്ട്. പക്ഷേ ആ പുറം നാട്ടിൽ നിന്ന് വരുന്ന ആളുകൾക്കുള്ള ഇക്റാം അത് വാജിബാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അവർക്ക് അതിഥി സൽക്കാരം നൽകുക എന്നുള്ളത് നമ്മുടെ എന്തെങ്കിലുമൊക്കെ നല്ല നടപ്പ് മാത്രമല്ല, അത് നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റക്കാരായി തീരുന്ന കാര്യമാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. എന്നാൽ നാട്ടുകാരാണെങ്കിൽ അവർക്ക് ഇക്റാം ചെയ്യുക എന്നുള്ള ദീനുൽ ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള നല്ല കാര്യമാണ് എന്ന് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുക. എങ്ങനെയാണ് നമ്മൾ ഇക്റാം ചെയ്യേണ്ടത്? ഒരു അതിഥിയെ ഇക്റാം ചെയ്യാൻ ദീനുൽ ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അവർക്ക് ഭക്ഷണവും താമസവും നൽകുക എന്നുള്ളതാണ് അവർക്ക് ഏറ്റവും വലിയ ഇക്റാം. ഭക്ഷണം നീ നൽകണം, അതേപോലെ തന്നെ താമസം നൽകണം. നിന്റെ വീട്ടിൽ ആ അതിഥിയെ സൽക്കരിക്കാൻ അതിനു വേണ്ട സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ, താമസ മുറി ഉണ്ടെങ്കിൽ നീ ആ വീട്ടിൽ തന്നെ താമസിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മര്യാദ. ഇനി നിനക്കതിന് സാധിക്കുന്നില്ല, ചെറിയ വീടാണ്, അതല്ലെങ്കിൽ അത്രയും ആളുകളുണ്ട്, ഒരു അതിഥിയെ കൊണ്ടുവരാൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിന്റെ ബാധ്യതയായിട്ടുള്ളത് അവന് വേണ്ടി ഒരു മുറി എടുത്തു കൊടുക്കുക എന്നുള്ളതാണ്. അവന് വേണ്ടി ഒരു മുറി നീയാണ് ബുക്ക് ചെയ്തു കൊടുക്കേണ്ടത്, നിന്റെ അതിഥിയാണ്. അത് ഇസ്ലാം പഠിപ്പിക്കുന്ന ബാധ്യതയാണ് സഹോദരങ്ങളെ. ആ നിലക്ക് അവന് വേണ്ടി ഒരു മുറി ബുക്ക് ചെയ്തു കൊടുക്കുക, അവനെ അതിൽ താമസിപ്പിക്കുക, അവന് വേണ്ട ഭക്ഷണങ്ങൾ കൊടുക്കുക. അതോടൊപ്പം പണ്ഡിതന്മാർ പറയുന്നു, ഇങ്ങനെല്ലാം ചെയ്യുന്ന സമയത്തും അവൻ മുഖപ്രസന്നതയോടുകൂടിയും നല്ല വാക്കുകളോടുകൂടിയുമാണ് അതിഥിയെ സൽക്കരിക്കേണ്ടത്. ഒരു പ്രയാസം പിടിച്ചതുപോലെ നിന്റെ മുഖത്ത് കാണാൻ പാടില്ല. ഈ നേരത്താണല്ലോ വന്നത്, അല്ലെങ്കിൽ അതൊരു വലിയ പ്രയാസമായിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ മുഖഭാവങ്ങൾ നിന്നിൽ ഉണ്ടാകാൻ പാടില്ല. അതല്ലെങ്കിൽ സംസാരത്തിൽ കുത്തുവാക്കുകൾ നിന്നിൽ ഉണ്ടാകാൻ പാടില്ല. നല്ല സംസാരത്തോടുകൂടി നീ അത് ചെയ്യണം. അതല്ലെങ്കിൽ ഈ കൊടുക്കുന്നതിനും അതല്ലെങ്കിൽ ഈ സൽക്കരിക്കുന്നതിനും വലിയ പ്രതിഫലമില്ലാതായി തീരും. നല്ല വാക്കുകൾ നീ പറയണം. നല്ല രീതിയിൽ അവർ സൽക്കരിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ തന്നെ നല്ല പുഞ്ചിരിയോടുകൂടി മുഖപ്രസന്നതയോടുകൂടി അവരെ അഭിമുഖീകരിക്കേണ്ടതുണ്ട് എന്ന് ശ്രദ്ധിക്കണം. അതോടൊപ്പം പണ്ഡിതന്മാർ പറഞ്ഞു, മഅ്സുറഅത്തിൽ ഫിഅൽ, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്തു കൊടുക്കണം. അതിഥി വന്നു കഴിഞ്ഞാൽ അവനെ കുറേ നേരം ഇരുത്തുക എന്നുള്ളതല്ല ശരി. പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് അതിഥികൾ വന്നപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ ഒരു ആട്ടിൻകുട്ടിയെ പശുക്കുട്ടിയെ അറുത്തു കൊടുത്തു എന്നുള്ളത് സഹോദരങ്ങളെ ഖുർആൻ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് വേഗത്തിൽ അവരെ വേണ്ട കാര്യങ്ങളൊക്കെ സൽക്കാരങ്ങളൊക്കെ ഒരുക്കുക എന്നുള്ളതാണ് സഹോദരങ്ങളെ നമ്മൾ ചെയ്യേണ്ടതായ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫഹു ജായിസതഹു. ആരല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവോ അവൻ തന്റെ അതിഥിക്ക് ജായിസത്ത് നൽകട്ടെ. സ്വഹാബികൾ ചോദിച്ചു, വമാ ജായിസത്തുഹു യാ റസൂലല്ലാഹ്, അതിഥികൾക്ക് കൊടുക്കേണ്ട ജായിസത്ത് എന്താണ് റസൂലേ? അവിടുന്ന് പറഞ്ഞു, ഖാല യൗമുൻ വലൈല, ഒരു ദിവസം. ഒരു അതിഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം അവന് നീ കൃത്യമായി നൽകുക എന്നുള്ളതാണ് നിനക്ക് വാജിബായിട്ടുള്ള കാര്യം. ഒരു രാവും പകലും കൃത്യമായി അവന് ഭക്ഷണവും താമസവും നൽകൽ നിനക്ക് ബാധ്യതയാണ്. വദ്ദിയാഫത്തു സലാസത്തു അയ്യാമിൻ, ബാക്കിയുള്ള 2 ദിവസം, മൊത്തം 3 ദിവസം അത് ആതിഥേയത്വം നൽകേണ്ടതാണ്. ബാക്കിയുള്ള 2 ദിവസം പണ്ഡിതന്മാർ പറയുന്നു മുസ്തഹബായിട്ടുള്ള കാര്യമാണ്. വമാ കാന ഫൗക ദാലിക സദഖ, അതിനപ്പുറത്തേക്ക് അതിഥി അവിടെ താമസിക്കുന്നുണ്ട്, അതിന്റെ സദഖയാണ്. നിനക്കിത് സാധിക്കുന്നില്ലെങ്കിൽ നീ പറയുന്നത് കൊണ്ട് വിരോധമില്ല, സാധിക്കുന്നില്ലെങ്കിൽ പറയുന്നതുകൊണ്ട് വിരോധമില്ല. അതുപോലെ തന്നെ അതിഥിയായി പോകുന്നയാളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ ആരുടെ അടുക്കലേക്കാണോ പോകുന്നത്, ഒരു വേള അവന് നിന്നെ കൃത്യമായ ആതിഥേയത്വം വഹിക്കാനുള്ള കഴിവില്ലാത്തവനാണെങ്കിൽ അവന് വേണ്ടത് വല്ലതും കൊടുക്കുക എന്നുള്ളത് മര്യാദയാണ്. അതല്ലെങ്കിൽ അവൻ വലിയ പ്രയാസത്തിൽ ആയിപ്പോകുന്നതായിരിക്കും. അതുപോലെ സഹോദരങ്ങളെ, ഇതേപോലുള്ള മര്യാദകൾ ഓരോ വിഷയത്തിലും നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരോട് നമുക്ക് എന്തെല്ലാം ബാധ്യതകളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി ആ ബാധ്യതകൾ വീട്ടാനും അതേപോലെ കടമകൾ എന്തുണ്ട് എന്ന് പരസ്പരം തിരിച്ചറിഞ്ഞ് ഓരോരുത്തരും അവരുടെ കടമകൾ വീട്ടാനും ശ്രദ്ധിച്ചാൽ എത്ര മനോഹരമായിട്ടായിരിക്കും മുസ്ലിമീങ്ങളും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഇടയിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മഹത്തരമായ ഉന്നത മൂല്യമുള്ള ആദാബുകൾ മര്യാദകൾ പഠിക്കാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അവന്റെ മഹത്തായ ഫദ്ൽ കൊണ്ട് വിട്ടുപുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ കുല്ലഹാ دقها وجلها وسرها وعلانيتها صغيرها وكبيرها يا أرحم الراحمين. ربنا ظلمنا أنفسنا وإن لم تغفر لنا
وترحمنا لنكونن من الخاسرين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.